എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് ഒരു എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കീഴ്ക്കാത്തതിൻ്റെ കീഴിലേക്ക് പോവാം. കടുക്കൂട്ട മത്സരം ഞാൻ പതിഞ്ഞ താളത്തിൽ തുടങ്ങിയത് എന്തിനാണെന്നറിയാം. എന്തിനാ? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ വരണം. എടുക്കുമ്പോ ഇങ്ങനെ നീ കത്തിക്കയറണം. കാരണം എന്താ അറിയോ, പ്രേക്ഷകർ പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ആ പഴയ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല, മത്സരമില്ല. ജയിച്ച് ഞാൻ വഴിയായി. അതുകൊണ്ട് എനിക്ക് പക്ഷെ അതിനൊരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അതുണ്ട് തീർച്ചയായും. നീ എന്നെ കണ്ടം വഴി ഓടിക്കുന്നത് കാണാന് അതുണ്ടാവും. ഓടിക്കും ഞാൻ. ഇന്നത്തെ ദിവസം ആയിക്കോട്ടെ. ഇന്നെന്താ കാര്യം, ഇത് ഉറച്ചു പോയി ഇവിടെ. തുറന്നോ. ഇതാണ് പതിഞ്ഞതാണോ തുടക്കത്തിൽ? തുടക്കം പതിഞ്ഞാണോ? അതായത് എന്റർടൈൻമെന്റ് കീഴിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നില്ലേ, അതിങ്ങനെ സ്ലോ പേസിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫുള്ള് ഹൈ വോൾട്ടേജിൽ ഇങ്ങനെ നിൽക്കണം. ഞാനും അങ്ങനെ ഒന്ന് പിടിച്ചോ. ഞാൻ ആ ട്രാക്ക് പിടിക്കണം. നടക്കുമോ നോക്കാം. ഫസ്റ്റ് കീഴ് ഹൃദയഹാരിയായ പ്രണയകഥ സിനിമയുടെ ട്രെയിലർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സിനിമേന്റെ റിലീസ് ഡേറ്റ് ആ ട്രെയിലറിൽ വന്നിട്ടുണ്ട്. മെയ് 16. അടിപൊളി പൊളിച്ച്. നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ഉണ്ട് കേട്ടോ, ആള് ഗന്ധർവനായിട്ട്. എന്തായാലും നമ്മുടെ എന്നാ താൻ കേസ് കൂടെ എന്ന സിനിമയുടെ ആ ഒരു കുറച്ച് കഥാപാത്രങ്ങളെ പിടിച്ച് വേറെ സിനിമ. ഓക്കെ, കൊള്ളാം. അടുത്ത കിഴി സിക്കന്ദർ. സിക്കന്ദറിന് എവിടെ കേട്ടിട്ടുണ്ടല്ലോ കളിയാ? നിനക്ക് വല്ലത് ഓർമ്മ ഉണ്ടോ സിക്കന്ദറിനെ? പഞ്ചാബി ഹൗസ്. സത്യം. സിക്കന്ദർ. ഓക്കെ, സിക്കന്ദർ സിനിമ അതായത് നമ്മുടെ AR മുരുകദോസ് സൽമാൻ ഖാനെ വെച്ച് ചെയ്യുന്ന സിനിമയുടെ ടൈറ്റിലാട്ടോ. അതിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ഇതേ സിക്കന്ദർ 2025 ഈദിന്, അതായത് 2024 ഈദിന് പോസ്റ്റർ അങ്ങ് ഇറക്കി വിട്ടു. അടുത്ത വർഷം ഈദിന് സിനിമ ഇറക്കി വിടും. ഓക്കെ, എന്താണെങ്കിൽ കൊള്ളാം. അപ്പൊ മത്സരത്തിൽ ഇപ്പൊ കുറച്ച് മുകളിൽ AR മുരുകദോസിന്റെ മൂവി. എന്താ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്താ ചെറുതാണോ? ഞാൻ എന്താ വെറുതെ കഴിഞ്ഞ സിനിമ കൂടെ നോക്കണം. എന്നാ താൻ കേസ് കൊടു. പിന്നെ അല്ല ഞാൻ പറഞ്ഞതിന് നിനക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് പോയി കേസ് കൊടു. തീർച്ചയായിട്ടും ഞാൻ കേസ് കൊടുത്തിരിക്കും. പക്ഷെ എനിക്ക് കേസ് കൊടുത്ത് തെളിയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കിഴി ഇങ്ങനെ ഓരോന്ന് തുറക്കുന്നതിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കും. ഫഫ ചിദംബരം മൂവി സിനിമയുടെ സിനിമ മിസ്റ്ററി ഹൊറർ ത്രില്ലർ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൊള്ളാലോ അല്ലേ? കൊള്ളാം. ചിദംബരം അല്ലടാ, അതാണ്. അതായത് 200 കോടി ആദ്യമായിട്ട് മലയാളത്തിലേക്ക് കൊണ്ടുവന്ന സംവിധായകൻ, അതും ഫഫയുടെ കൂടെ. ഫഫ ആരാ? നമ്മുടെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ്. അപ്പൊ ആള് വെച്ചത് മോനെ എല്ലായിടത്തും കത്തും അത് മോനെ. ഓക്കെ, തലൈവർ 171 കുലുമൂല. ഇതൊന്നും കേട്ടാല് ഇതൊക്കെ എന്ത് വരാനിരിക്കുന്ന. എന്നാ ഒന്ന് കുലുക്കി തരാം. ഇതില് നമ്മുടെ രജനീകാന്ത് വാങ്ങാൻ പോകുന്ന സാലറി പിടിച്ചിരുന്നു 260 to 280 കോടി. ഇതിനുള്ളിൽ ആളിതിന് സാലറി വാങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തെന്നാണ്? അല്ല, അങ്ങേര് നിർത്താൻ പോവാണ് അഭിനയം. അങ്ങേര് അതൊന്നല്ല, അങ്ങേർക്ക് ഭയങ്കര സംശയമുണ്ട്. കാരണം വിജയ് 250 വാങ്ങിയപ്പോ ഒരു 10 കയറ്റി പിടിച്ചു വന്ന്. ഇത് ലേലം വിളിച്ച് ഇങ്ങനെ വാങ്ങൂല, അതുപോലെയാണത്. എന്തെങ്കിലും ആട്ടെ, ഇനി നമ്മൾ വെറുതെ ഒരു ഫാൻ ഫൈറ്റിനുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് സാധാരണ നെഞ്ചടിപ്പ് ഈ പ്രൊഡ്യൂസേഴ്സിന്റെ മനസ്സിലെങ്ങനെ വരികയെന്നറിയോ? വിജയ് കൂട്ടല്ലേ അതൊരു സത്യം. വിജയ് കൂട്ടിയ അതിന്റെ 10 കൂടുതൽ. അല്ല, വേറെ കാര്യം എന്താ വെച്ചാൽ വിജയ്ക്ക് ഇനി കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ, ഒന്നും കൂടി ഉള്ളല്ലോ. അങ്ങേര് കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കണക്ക് കൂട്ടല് ഭീകരാണ് ആളുടെ. സത്യം. എന്തൊക്കെയാണാവോ? അടുത്തത് VD 12 വിജയ് ദേവാരകൊണ്ട. ഇതാരാള് സിനിമയില്? ആരാ VD? അറിയില്ല. ഫീൽഡ് ഔട്ട് സ്റ്റാർ. ഒക്കെ ഒരു വരവ് വരുന്നുണ്ട് മക്കളെ. അതൊന്നും ഞങ്ങള് മൈൻഡ് ചെയ്യില്ല. ഞങ്ങള് വരാനിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങളെ ആ സീതയെ ഇനി ഇതൊക്കെ വിട്. സീതാരാമത്തിലെ സീത ഇനി മൃണാൾ താക്കൂറിനെ കൊണ്ടുവന്ന് ഇനി ഇതിനകത്ത് നിനക്ക് ഇൻട്രസ്റ്റ് ആവുന്ന ഒരു സാധനം ഞാൻ പറയാം. അതായത് സിനിമയിൽ നായികയായിട്ട് ജെല്ലൊക്കെ തന്നെ അടയുന്നുണ്ടല്ലോ. ഹൊറർ ആംബിയൻസ്. ഓക്കെ, സിനിമയില് നായികയായിട്ട് മമിത ബൈജു.
കുറവ് വേണ്ട പ്രണയമതി. അല്ലെങ്കിൽ ഭാഗ്യശ്രീ ബോർസെ. ഓക്കെ, ഇവരുടെ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും നായികയായിട്ട്. എനിക്കൊരു പേഴ്സണൽ താല്പര്യം തോന്നുന്നു മമിത ബൈജു നായികയായിട്ട്. മമിത ബൈജു വരണ്ട, ആള് നല്ലൊരു പീക്ക് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ദേവാരാകൊണ്ടന്റെ കൂടെ വന്നാലേ താഴേക്ക് അങ്ങ് പോകും. മൃണാൾ താക്കൂർ എന്ത് സംഭവിച്ചു? അതൊന്നുമില്ല, ഒന്നും സംഭവിക്കാൻ പോകില്ല. അവിടെ ഞങ്ങൾ തകർക്കും. ഗൗതം തിന്നാനൂരിയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. അതെന്തിനാ ഊരിയത്? തിന്നാൻ വേണ്ടിട്ട് ഊരിയതാ? ഭയങ്കര ചൂടല്ലേ, ആ ഷർട്ടൊക്കെ ഊരിട്ട് ഫാമിലി പേരും എല്ലാം ഒക്കെ ആയിരിക്കും ഇരുന്ന് തിന്നോണ്ടിരിക്കുക. ഓക്കെ, ഐസപ്പ് വേണ്ട, കുറച്ചുണ്ടോ? എന്താ എന്റെ ഹാല്? ഹാൽ നമ്മുടെ ഷെയ്ൻ നിഗം നായകനാവുന്ന സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ഹാൽ സമ്മതിക്കൂല അല്ലേ? എന്നോടല്ല പച്ച മലയാളത്തിൽ പറഞ്ഞ വേണ്ട, ഇടപെടണം. അതെ, എന്തായാലും ഹാൽ സിനിമയുടെ ടൈറ്റിൽ വന്നിട്ടുണ്ട്. ഒരു റൊമാൻറ്റിക് എന്റർടൈനർ ആണെന്നുള്ളതാണ്. കുഴപ്പമില്ല അല്ലേ? പിന്നെന്താ, എന്താ ഹാൽ? പ്രശാന്ത് വിജയകുമാർ അല്ലേ സിനിമ ഡയറക്ട് ചെയ്യുന്നത്. പ്രതീക്ഷയ്ക്കൊത്തുള്ള സിനിമയാവട്ടെ. അടുത്തത് ടർബോ സിനിമയുടെ മേജർ അപ്ഡേറ്റ് 14-ാം തീയതി വരുന്നുണ്ട് കേട്ടോ, വിഷു ദിനത്തിൽ. അതൊരു ടീസർ ആണെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ടീസർ അല്ലാന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീസർ അല്ല, ഒരു ബിഗ് അപ്ഡേറ്റ് അങ്ങ് തരും. ഒരു സംഭവം അങ്ങ് തന്നിരിക്കും, ഓർത്ത് വെച്ചാൽ മതി. ഓർത്ത് വെക്കാനുള്ളതായി. എന്തായാലും ഒരുപാട് പ്രതീക്ഷിക്കൊന്നും വേണ്ട. ടീസറിന്റെ ഒന്നും അല്ല, ടീസറോ ട്രailerോ ഇതിന്റെ ഒന്നും അനൗൺസ്മെന്റ് അല്ല, വേറെ സാധനം. ഓക്കെ, അടുത്ത കേൾവി. L360 ലാലട്ടന്റെ 360ാമത്തെ ചിത്രത്തിന്റെ ലൊക്കേഷൻ ഹണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 ദിവസത്തെ ലൊക്കേഷൻ ഹണ്ടിങ് ഇപ്പൊ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിന്റെ ഒരു ഫോട്ടോ നമ്മുടെ തരുൺ മൂർത്തി പങ്കുവച്ചിട്ടുണ്ട്. ഇതേ ഓക്കെ, കൊള്ളാം. പിന്നെ മറ്റൊന്നുകൂടി ഉണ്ട്, നമ്മുടെ ആടുജീവിതത്തിൽ ഹക്കീമായി തകർത്തഭിനയിച്ച ഗോകുൽ ആള് ഇതിൽ ലാലേട്ടൻ്റെ മകനായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂമേഴ്സ്. എന്താടാ? ഒന്നുമില്ല. അടുത്തത് ഓക്കെ, എന്തൊക്കെ പറഞ്ഞാണല്ലോ, തുടക്കത്തിൽ പതിഞ്ഞ് ലാസ്റ്റിലേക്ക് കത്തിക്കാളുന്നു. ഇനിയുണ്ടല്ലോ കിഴി എത്ര ഇനി എടുക്കാനുണ്ട് എന്റെ പൊന്നളിയ. നീ ഒരെണ്ണം കിട്ടുമ്പോ തന്നെ നീ അങ്ങ് മറ്റേ മോളോട് പോലെ താഴോട്ട് ഇറങ്ങി. എനിക്ക് നിന്നോടാ പറയാനുള്ളത്, താഴോട്ട് ഇറങ്ങ. നിനക്കൊരു ആവേശം കാണാനില്ല. ഇറങ്ങ്, താഴോട്ട് ഇറങ്ങ് മോനെ. അടുത്തത് അഡിയോസ് അമീഗോ. ഈ ചിരി വേണം, തീർച്ചയായിട്ടും ചിരി വിട്ടു ഡൗൺ ആവരുത്, മുഖത്തത് ഫീൽ ചെയ്യരുത്. പരാജയമാണെങ്കിൽ പോലും സമ്മതിക്കരുത്. ഒരിക്കലും സമ്മതിക്കരുത്. ഈ സമ്മതിക്കുന്ന ആളല്ല എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അതേപോലെ പോകാനാണ് എല്ലാവർക്കും ഇഷ്ടം. അതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ എന്താ പറയുക, ചില സമയങ്ങളിൽ നമ്മൾ ഡൗൺ ആയി പോകും. അല്ല, പാവല്ലേ, എപ്പോഴെങ്കിലും കിട്ടുന്നതല്ലേ, കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. എന്താണ് അഡിയോസ് അമീഗോ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമ്മൂട് ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ്. നഹാസ് നാസറാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. വരട്ടെ. എന്തായാലും പ്രതീക്ഷയുള്ള സാധനമാണ്. നമ്മുടെ ആഷിഖ് ഉസ്മാനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിലൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും. അടുത്ത കിഴി പഞ്ചവത്സര പദ്ധതി, നമ്മുടെ സിജു വിൽസൺ നായകനാവുന്ന സിനിമ. സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. കുറേ നാളത്തെ കാത്തിരിപ്പാട്ടത്. എന്തായാലും ഏപ്രിൽ 26 നമ്മുടെ പവി കെയർ ടേക്കറിൻ്റെ കൂടെ റിലീസിനെത്തും. ഓക്കെ, PG പ്രേംലാലാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഓക്കെ, അടുത്ത മരണമാസ് സിനിമയുടെ ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ബേസിൽ ജോസഫ് നായകനാകുന്ന സിനിമയാണ്. ടോവിനോയാണ് പ്രൊഡക്ഷൻ. പിന്നെ സിജു സണ്ണി ആളാണ് ഇതിൻ്റെ സ്റ്റോറി സ്ക്രിപ്റ്റ്, ആളിതിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ശിവപ്രസാദാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഓക്കെടാ മോനെ, സംഭവം കുറച്ചും കൂടി ഒരു തീ വരണം, നല്ല നടക്കുള്ളൂ. തന്നിരിക്കും, തീയല്ല. അടുത്തത് തീയില്ല, കുറച്ച് പുകണ്ട്. ജയ് ഗണേഷ് ഫസ്റ്റ് ഡേ കളക്ഷൻ 54 ലക്ഷം. പോരാ സൈമ, പോരാ. എന്തായാലും സിനിമ ഒരു ആവറേജ് ആണ്. അതെ, അതാ പറഞ്ഞത്, കൂട്ടത്തിൽ ഓടുന്നവർ
മുന്നേ നല്ല ഒരുപാട് മുന്നോട്ട് ഓടുന്നുണ്ട്. ആ മുന്നോട്ട് പോണ ഒരാളെ ഇപ്പൊ തരാം. ആ. എടാ മോനെ അതെ. ആവേശം സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഓക്കെ 3.5 CR. എന്നാ അതുപോലെ ഒരു ഐറ്റം പിടിച്ചോ. പോന്നോട്ടെ. വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ 2.92 കോടി. എന്താണെങ്കിലും സിനിമ കാണാൻ പോയ പോലെ തന്നെ അവൻ കണ്ടത് അവന് കിട്ടി, ഞാൻ കണ്ടത് എനിക്ക് കിട്ടി. സന്തോഷമായി. പ്ലാൻ ചെയ്തിട്ട് ആര് പ്ലാൻ ചെയ്ത്? നമ്മളതല്ലാന്ന് പറഞ്ഞ കാര്യല്ലേ, അങ്ങനെ എന്തായാലും വരും. പിന്നെന്താ, കഴിഞ്ഞോ? എന്നാ ചടങ്ങുകൾ അതേമാതിരി നടന്നോട്ടെ. അപ്പം നീ എന്നെ തോപ്പിച്ചു. വാതൊന്ന് പറഞ്ഞല്ലോ. പറയും അതിനിപ്പോ എന്താ, അത് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴെങ്കിലും കിട്ടുന്ന മറ്റേ ഒരു ചെറിയ അവസരം കിട്ടുന്നതാണ്. അതൊക്കെ നമ്മൾ ആളെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അവന് ഭയങ്കര ഫീൽ ആവും. അപ്പൊ അത് ഞാൻ ഫീലൊന്നും ആവില്ല, ഞാൻ കൂടുതൽ ശക്തനാവും. അത് എനിക്ക് ഇഷ്ടമല്ല. കൂടുതൽ ശക്തമാകാതിരിക്കാൻ ഇപ്പോഴേ അടിച്ച് അമർത്താനുള്ള ശ്രമമാണ്. ഇവൻ കൂടുതൽ ശക്തനായാൽ മത്സരം കെടുക്കുന്നതിന് മാത്രമല്ല, അത് എന്നെ അല്ല ബാധിക്കുക, അത് നിങ്ങളെയാണ് കൂടുതൽ ബാധിക്കുക. അതുകൊണ്ട് അതിനുള്ളൊരു അവസരം ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യം. ചാളി അടിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ഇരുന്ന് കിഴിയാണോ കോപ്പ് ആ ഒരു മൈൻഡിലേക്ക് അങ്ങനെ വരാൻ ഞാൻ സമ്മതിക്കൂല ഒരിക്കലും. അതുകൊണ്ട് ഞാൻ മാക്സിമം അടിച്ചമർത്തന്നെ ചെയ്യും. എന്താണെങ്കിലും കിഴി എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.